ഹായ് കൂട്ടുകാരെ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഒരു പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജാസ്മിൻ. ഞാൻ പറയാൻ വന്നത്, ജാസ്മിൻ്റെ വാപ്പ വന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളല്ല, ഒത്തിരി കാര്യങ്ങൾ ശരിയാക്കേണ്ടതുണ്ടായിരുന്നു. അത് വാപ്പ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ജാസ്മിൻ മാറുമെന്ന് കരുതുന്നു. കാരണം മാലയും ഫോട്ടോയും വാപ്പ എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ പുറത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു സംഭവം ജാസ്മിനിലേക്ക് എത്തിക്കാൻ വാപ്പ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അത് മനസ്സിലാക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, മാല മാറ്റിയാലും ഫോട്ടോ മാറ്റിയാലും ഇനി തന്നെ ഇരുന്ന് ഗബ്രിയോട് സംസാരിക്കുന്നത് പോലെ തന്നെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു അർത്ഥം ഇല്ലാണ്ടായി പോകും. പക്ഷേ ജാസ്മിൻ അത് വാപ്പ ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ടോപ്പ് 5 എത്താൻ ജാസ്മിന് പറ്റും. പക്ഷെ ജാസ്മിൻ അത് മനസ്സിലാക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനി നാളെ തൊട്ട് വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി കൊണ്ടുവരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ജാസ്മിൻ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയാൻ കാരണം ഈ ബിഗ് ബോസ് ഷോ TRP റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ വന്നത് ജാസ്മിൻ്റെ ഈ വാപ്പ വന്ന സമയത്തായിരിക്കും. പിന്നെ ഒരു തവണ വാപ്പ വിളിച്ച ഒരു സമയം ഉണ്ടായിരുന്നു, ഫോൺ കോൾ വന്നു പറഞ്ഞിട്ട്. ആ സമയത്തും പിന്നെ ഇപ്പോൾ വാപ്പ വന്ന ഈ സമയത്തും ഒക്കെ TRP ഒത്തിരി കൂടിയ സമയമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ജാസ്മിൻ. പിന്നെ സിജോനെ തല്ലിയ സമയത്ത്, റോക്കി തല്ലിയ സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ TRP ഉയർന്നത് ഒരുപക്ഷെ ഈ സമയത്തായിരിക്കാം.